തകർന്ന കുണ്ടും കുഴിയുമായി കിടക്കുന്ന ദേശീയപാത 66-ൽ മഴക്കാലം കൂടിയെത്തിയതോടെ അപകടങ്ങൾ പെരുകുന്നു. അടിയന്തിരമായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് CPIM. ദേശീയപാത 66-ൽ കൂനമ്മാവ് മുതൽ മൂത്തകുന്നം വരെയുള്ള ഭാഗം തകർന്നും കുണ്ടും കുഴിയുമേ ശോച്യാവസ്ഥയിലായിട്ട് മാസങ്ങളായെങ്കിലും അറ്റകുറ്റജോലികൾ പോലും നടത്താൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. മഴക്കാലം കൂടി എത്തിയതോടെ ഈ മേഖലയിൽ വാഹനാപകടങ്ങളും പെരുകുകയാണ്. വെള്ളക്കെട്ട് മൂലം പലയിടത്തും വാഹനമോടിക്കുന്നവർക്ക് കുഴിയിൽ തിരിച്ചറിയാതെ പോകുന്നത് അപകടങ്ങൾ വർദ്ധിക്കാൻ ഇടയാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തുരുത്തിപ്പുറത്ത് സൈക്കിൾ യാത്രികൻ കുഴിയിൽ വീണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരുന്നു. റോഡിന്റെ തകർച്ച മൂലം ഈ മേഖലയിൽ ഗതാഗതക്കുരുക്കും പതിവ് കാഴ്ചയാണ്. റോഡിന്റെ അറ്റകുറ്റജോലികൾ തീർക്കണമെന്ന് മാസങ്ങൾക്ക് മുമ്പ് CPM ദേശീയപാത അതോറിറ്റിക്ക് പരാതി നൽകിയെങ്കിലും യാതൊരുവിധ പരിഹാരവും ഉണ്ടായിട്ടില്ല. സ്ഥല MLA കൂടിയായ പ്രതിപക്ഷ നേതാവും ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയെന്ന് CPM ആരോപിച്ചു. ദേശീയപാത അതോറിറ്റിയിൽ സമ്മർദ്ദം ചെലുത്തി അടിയന്തര അറ്റകുറ്റജോലികൾ നടത്താനുള്ള ഇടപെടൽ പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉണ്ടാകണമെന്നും CPIM ഏരിയ സെക്രട്ടറി TV നീതിൻ ആവശ്യപ്പെട്ടു. 1.5 മാസക്കാലം മുമ്പ് തന്നെ, മഴയ്ക്ക് മുമ്പ് തന്നെ ഈ വലിയ കുഴികൾ ദേശീയപാതയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. കുറച്ച് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വർഷക്കാലം ശക്തമായി കഴിഞ്ഞപ്പോൾ ഈ കുഴികൾ വലുതാവുകയും ധാരാളം അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് ഒരു പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ തുരുത്തിപ്പുറത്തൊരു സൈക്കിൾ യാത്രികൻ വലിയ കുഴിയിൽ വീഴുന്നതും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന കാര്യവും നവമാധ്യമങ്ങളിലെല്ലാം നമ്മൾ വീഡിയോ ആയിട്ടെല്ലാം കാണുന്നുണ്ട്. അങ്ങേയറ്റം ഗൗരവതരമായൊരു പ്രശ്നമാണ്. ഈ വെള്ളം മൂടിക്കിടക്കുന്നതിനാൽ ഈ ഗർത്തങ്ങൾ, ഈ ഗട്ടറുകൾ യാത്രക്കാർക്ക്, ഇരുചക്ര വാഹനക്കാർക്ക് ഉൾപ്പെടെ കാണാൻ പറ്റാതെ വരികയും കുഴിയിൽ വീണ് ധാരാളം അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ വളരെ വേഗത്തിൽ ഈ വിഷയത്തിൽ ഇടപെടൽ വേണം. ഈ വിഷയം ഞങ്ങൾ ആഴ്ചകൾക്ക് മുമ്പേ തന്നെ ദേശീയപാത പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ ഡയറക്ടറായി ഞങ്ങൾ സംസാരിക്കുകയും PDക്ക് CPM രേഖാമൂലം തന്നെ ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുള്ളതാണ്. അടിയന്തരമായ റിപ്പയറിംഗ് ആവശ്യപ്പെട്ടുകൊണ്ട് ആഴ്ചകൾ മുന്നേ തന്നെ പരാതി നൽകിയിട്ടുള്ളതാണ്. പക്ഷേ യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ നേരിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയം വളരെ മനുഷ്യജീവൻ പൊലിയുന്നൊരവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. സ്കൂളെല്ലാം തുറന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയെല്ലാം യാത്ര ചെയ്യുന്ന വളരെയേറെ തിരക്കേറിയിട്ടുള്ള ദേശീയപാത 66-ലെ മൂത്തകുന്നം വരെ കൂനമ്മാവിനപ്പുറം വരെയുള്ള മേഖലയിൽ അടിയന്തരമായി മഴക്കാലം നോക്കി നിന്നിട്ട് കാര്യമില്ല, താൽക്കാലികമായിട്ടെങ്കിലും ഈ ഗട്ടറുകൾ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ അതിവേഗത്തിൽ സ്വീകരിക്കണമെന്ന് CPM ആവശ്യപ്പെടുകയാണ്. ഈ വിഷയത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട പറവൂർ MLA ഉൾപ്പെടെയുള്ള ആളുകൾ അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണം. ഒഴുകുമാറി നടന്ന് ജനജീവിതത്തെ അപകടത്തിലാക്കാനായി സാധിക്കില്ല. അടിയന്തരമായി MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും വിഷയത്തിന് പരിഹാരം ഉണ്ടാകണമെന്നും CPM പറവൂർ ഏരിയ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്.